ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു LPUP ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ 2026 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറയപ്പെടുന്ന LPUP. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അനലൈസ് ചെയ്യാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച ഒരു കുട്ടി, കൊല്ലത്തുള്ള ഒരു കുട്ടി ജോയിൻ ആയിട്ടുണ്ട്. അഡ്വൈസ് കിട്ടി, അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി, ഇന്നലെ മെനഞ്ഞാന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോയിൻ ആയി. പക്ഷെ വളരെ സ്ലോയിലാണ് നിയമനങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഓക്കെ, അതിന്റെ കാര്യങ്ങളിലേക്ക് പിന്നീട് വരാം. അപ്പൊ അതില് കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന നമ്മുടെ PSC നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള പുതിയ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അതില് ചെറിയൊരു മാറ്റം PSC ഇപ്പോൾ, ചെറിയൊരു ഇളവ് PSC ഇപ്പോൾ നമുക്ക് പുറപ്പെടുവിച്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു യോഗ്യതാ മാനദണ്ഡത്തിൽ പുതിയൊരു ഇളവ് PSC ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 2026 ജനുവരി 15 കൂടി, അല്ലെങ്കിൽ ജനുവരി 15 തീയതി PSC പബ്ലിഷ് ചെയ്ത പ്രകാരം, അല്ലെങ്കിൽ ആ ഒരു ഓർഡർ അനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പം PSC പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയൊരു ക്വാളിഫിക്കേഷൻ മാനദണ്ഡം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. എന്നാലും അതിൽ സന്തോഷിക്കാനുള്ള വകയുണ്ട്. അത് എല്ലാവർക്കും അല്ല. അതായത് അതിൽ സന്തോഷിക്കാൻ വകയുള്ളത് നമ്മുടെ കേട്ടിട്ട്, അതായത് ബി എഡ് എടുത്തു കഴിഞ്ഞു, ഡിഗ്രി BEd കഴിഞ്ഞു, അതിൽ പിന്നെ കേറ്ററ്റ് 3 നേടിയ ഉദ്യോഗാർത്ഥികൾ. ഓക്കെ, കേറ്ററ്റ് 3 ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് തലയ്ക്കൊരു അടികിട്ടിയത് പോലെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കേറ്ററ്റ് 3 ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന HSA ആണ്. പക്ഷേ മുൻ കാലഘട്ടങ്ങളിൽ കേറ്ററ്റ് 3 ഉണ്ടെങ്കിൽ LPUP എഴുതാൻ പറ്റുമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇനി മുതൽ LPUP എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും കേറ്ററ്റ് 2, അതായത് ഡിഗ്രി പ്ലസ് കേറ്ററ്റ് 3 ഉള്ളവർക്ക് കേറ്ററ്റ് 2 മസ്റ്റ് ആയിട്ട് നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് UP അസിസ്റ്റന്റ് എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ കേറ്ററ്റ് 3 നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരാശ്വാസം നൽകുന്നതാണ് പുതിയ ഈ ഒരു യോഗ്യതാ മാനദണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പഴയതിൽ നമുക്കറിയാം DLEDും TTCക്കും കേറ്ററ്റ് 1 or 2 ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, LPUP എഴുതാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതിനുശേഷം ഇപ്പോഴ് കേരള PSC ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ ഡെയിലി വേജസുകാരെ എങ്ങനെ നിയമിക്കണം, അല്ലെങ്കിൽ അവരുടെ യോഗ്യതാ മാനദണ്ഡം എന്താണെന്ന് നിഷ്കർഷിക്കുന്ന ഭാഗത്ത് വീണ്ടും PSC പഴയൊരു കാര്യം അതേപോലെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്? ഇങ്ങനെയാണ് മാറ്റം വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് കേറ്ററ്റ് കാറ്റഗറി 1 and 2, കേറ്ററ്റ് കാറ്റഗറി 1 and 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LPUP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്ലോസ്. രണ്ടാമത്തെ ക്ലോസ്, കേറ്ററ്റ് കാറ്റഗറി 3 യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിച്ചാൽ മതിയാകും. പഴയ നോട്ടിഫിക്കേഷൻ ആണ് അല്ലേ? കാറ്റഗറി 3 യോഗ്യത നേടിയവരെ എന്തിൽ മാത്രം പരിഗണിച്ചാൽ മതി എന്ന്? ഹൈസ്കൂൾ HSAക്ക് മാത്രം പരിഗണിച്ചാൽ മതി. ഇതിന്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത് കാറ്റഗറി 3 നേടിയവര് തീർച്ചയായിട്ടും കേറ്ററ്റ് 2 നേടിയെടുത്തിരിക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ഒരു ഡെയിലി വേജസ് നോട്ടിഫിക്കേഷനിൽ അതിന്റെ കൂടെ പഴയ ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് കേരള PSC ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കേറ്ററ്റ് 3 വിജയിച്ചവരെ കേറ്ററ്റ് 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് എന്ന 9/3/2018 നമ്പർ സർക്കുലർ വ്യവസ്ഥ തുടരുന്നതാണ്. അതായത് പഴയ രീതി നമ്മൾ പറഞ്ഞല്ലോ. എന്താണ്? കാറ്റഗറി 3 ജയിച്ചു കഴിഞ്ഞാലും, അതായത് 2 ഇല്ല, എനിക്ക് കാറ്റഗറി 2 പാസ്സായിട്ടില്ല, പക്ഷെ കാറ്റഗറി 3 ഉണ്ട്, എന്നാൽ എനിക്ക് UP എഴുതാൻ പറ്റുമായിരുന്നു, അത് തുടരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം
സന്തോഷിക്കേണ്ടത് കാറ്റഗറി 3 മാത്രം പാസ്സായിരിക്കുന്ന ഉദ്യോഗാർത്ഥികള് കാറ്റഗറി 3 മാത്രം പാസ്സായിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി മുതല് യു പി, അതായത് അടുത്ത വരാൻ പോകുന്ന യു പി എഴുതുന്നതിന് നിങ്ങൾക്ക് കാറ്റഗറി 2 പാസ്സാകേണ്ട ആവശ്യമില്ല. കാറ്റഗറി 2ന്റെ ആവശ്യമില്ല, കാറ്റഗറി 3 മതി. അത് തുടരാം, പഴയ ഓർഡർ തുടരാം എന്നാണ് PSC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും, ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി ഓർഡറൊക്കെ പുറപ്പെടുവിച്ച കാര്യം നിങ്ങൾക്ക് അറിയാലോ, മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഓർഡറൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ആശ്വാസ വാർത്ത നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാറ്റഗറി 2 എന്ന് പറയുന്ന കേറ്ററ്റോ അല്ലെങ്കിൽ CTET 2 അല്ലെങ്കിൽ CTET 2, CTETന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു, എല്ലാവരും അപ്ലൈ ചെയ്ത് കരുതുന്നു. ആ CTET 2 നിങ്ങൾ എഴുതി വച്ചിരിക്കണം. മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ട് വരും. കാരണം എന്ത് വേണമെങ്കിലും PSCയുടെ ഒക്കെ രീതികളും ചട്ടങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാറാം. ഓക്കെ, അപ്പൊ ഇപ്പോഴൊരു ആശ്വാസം, നിങ്ങൾ ആശ്വാസമുള്ളത്, ഈ 3-കാർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ കാറ്റഗറി 2 പാസ്സായില്ലേ എന്ന് വിഷമിച്ച് ആ ഒരു ഓർഡർ കണ്ടപ്പോൾ നിങ്ങൾ വിഷമിച്ച് കാണും. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് UP അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാം. എന്നിരുന്നാലും അങ്ങനെയുള്ളവര്, ഇത് ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരായിരുന്നാൽ പോലും, അല്ലെങ്കിൽ അവർക്ക് പരീക്ഷ വരാൻ നിൽക്കുന്നു, അവർക്ക് കാറ്റഗറി 3 ഉണ്ട്, ആ കാറ്റഗറി 3 വെച്ചുകൊണ്ടാണ് അവര് ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ UP അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാറ്റഗറി 2 കേറ്ററ്റോ അല്ലെങ്കിൽ കാറ്റഗറി 2 CTETോ പാസ്സാകാനായിട്ട് ശ്രമിക്കണം. നിയമങ്ങൾ എന്ന് വേണമെങ്കിലും മാറി വരാം. ഓക്കെ, ഇനി 1-2 കാര്യങ്ങളൊക്കെ ഇവിടെ സംശയങ്ങളായിട്ട് കമന്റ് സെക്ഷനിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ CTETന്റെ അഡ്മിഷൻ തുടരുകയാണ്. CTET ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് 77 36 75 04 73 പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ AES, അതുപോലെ തന്നെ EMRS 3.0, അതുപോലെ തന്നെ SSA ഇതൊക്കെ ഒക്ടോബറിൽ നമ്മുടെ ഈ ഇപ്പൊ വിളിച്ച സീറ്റിന്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ എക്സാംസുകളെല്ലാം കാണും ജനുവരിക്ക് മുമ്പ് തന്നെ. അപ്പൊ അതിന്റെ എല്ലാം ലോങ് ടേം ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട്, ലോങ് ടേം ബാച്ചിന്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിലും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ 77 36 75 04 73 നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി നമുക്കിപ്പം റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ EMRS, KVS, NVS ഇതിന്റെയൊക്കെ സെക്കൻഡ് റിസൾട്ട് ആണ്, അത് ഉടനെ വരും. അപ്പൊ നമ്മുടെ ലോങ് ടൈം ബാച്ചുകൾ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന AES, EMRS, SSA, KVS, NVS തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടൈം ബാച്ച് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് ഈ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് അപ്ഡേഷൻസ് ഉടനെ തന്നെ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു ആശ്വാസമാണ്, ചെറിയൊരു ഇളവാണ്. ഇത് കണ്ടുകൊണ്ട് ഇനി എനിക്ക് കാറ്റഗറി 2 നേടണ്ടേ, CTET 2 നേടേണ്ട ആവശ്യമില്ലേ എന്നും പറഞ്ഞിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ അത് എഴുതിയെടുക്കണം. എന്ന് വേണമെങ്കിലും നാളെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്വാളിഫിക്കേഷൻസ് എല്ലാം മാറി വരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.